ഇന്ന് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇങ്ങനത്തെ ചെറിയ മാങ്ങയായിട്ട് നമ്മൾ മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ വേറെ മാങ്ങയുടെ കുറച്ച് പീസസും കൂടെ ഞാൻ അതിലിട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്തതിന് ശേഷം വെള്ളത്തിൻ്റെ കഷ്ണം കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ വെള്ളം ഇങ്ങനെ ഉരുക്കി വെച്ചായിരുന്നു കേട്ടോ. അതിൻ്റെ വെള്ളത്തിൻ്റെ നീരാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്, അതായത് ശർക്കരയുടെ നീര്. അത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ മാങ്ങ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. ഈ ശർക്കര നീരിൽ കിടന്നതൊന്ന് വെന്തോളും. അപ്പം നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടി ഞാൻ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കണേ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ജീരകം ഇട്ടുണ്ട്. കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മളൊരു പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നമുക്ക് നമ്മുടെ മാങ്ങയൊക്കെ എപ്പോഴേക്കും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഈ അരപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതായത് ഇങ്ങനെ വല്ലാതെ ലൂസായിരിക്കില്ല, ഇതിൻ്റെ ഗ്രേവി കുറച്ച് തിക്കായിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി അവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി അത് താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത് കുറച്ച് ഉലുവയും പിന്നെ നമ്മുടെ കടുക്, പിന്നെ കുറച്ച് വേപ്പില, പിന്നെ വറ്റൽമുളകും കൂടെ ഇടാം കേട്ടോ. എൻ്റെ കയ്യിൽ വറ്റൽമുളക് തീർന്നിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ വറ്റൽമുളകും കൂടെ ഇടാൻ അത് നമ്മളതിൽ താളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ട് കേട്ടോ. ഈ രീതിയിൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാത്തവരൊന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.